ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായ ചിലർക്കൊക്കെ മനസ്സിലായി കാണും. ഇത് അടീനിയത്തിൻ്റെ വിത്താണ്. നമ്മൾ ഡബ്ബറിട്ട് എന്തിനാണ് വെച്ച് വെച്ചാൽ അധികം ഉണങ്ങുമ്പോൾ ഇത് പോകും ചേട്ടാ. പക്ഷേ നമ്മൾ വിചാരിച്ച മാതിരി ഉണങ്ങിയില്ല. കാരണം അപ്പോൾ ഫുൾ മഴയാണ്. ഇത് നമ്മളെ കയ്യിൽ കിട്ടിയ അന്ന് മുതലേ ഫുൾ മഴ, അടിച്ച് പിടിച്ച മഴയെന്ന്. അതുകൊണ്ടൊരു വെയിലത്ത് വെക്കാനൊന്നും പറ്റില്ല. നമ്മളൊരു അകത്ത് വെച്ചിട്ടാണ് ഈ ചീച്ചിൽ മാതിരി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് നല്ലൊരു ചൂടുള്ളൊരു ഏരിയയിൽ വെക്കണം വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അവിടുന്ന് ഒരു 12 ദിവസം കഴിഞ്ഞാലാണ് ഇത് ഇത്രത്തോളം നല്ല. ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് തന്നെ കണ്ട അന്തം വിട്ടു. കാരണം അതിൽ നിന്ന് ഫുള്ള് പൊന്തി വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സീഡ്, ഇതാണ് വിത്ത്. കണ്ടില്ലേ, ഇത്ര ഒരു കുഞ്ഞ് വിത്തുള്ളൂ. അതിൽ എത്ര മുളക്കും കാര്യങ്ങളും പറയാൻ പറ്റില്ല. അത്യാവശ്യത്തിലേറെ നമുക്ക് ഈ വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള. ഇത് കാറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ പാറാനായിട്ട് നിൽക്കണം. ഇതിൽ അത്രത്തോളം വിത്തുകളും കാര്യങ്ങളും ഉണ്ടെന്ന് നോക്കി. ഇതാണ് അതിൻ്റെ ഒരു തോട്. നമ്മളൊരു കവറ് മാതിരിയാണ് ഇതിൻ്റെ ഉൾവശം. ഇതിന്ന് നമുക്ക് ഇനി വേർതിരിച്ചെടുക്കണം. വിത്ത് വേറെയും പൂപ്പന്താടി വേറെയും ആക്കി വിടണം കേട്ടോ. അല്ലേ, കാറ്റടിച്ചാൽ പാറി പോകുന്നത് അത്രത്തോളം വിത്തുകളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഇത് എത്ര ഉണ്ടെന്ന് ആർക്കെങ്കിലും ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ? 100 വിത്തുകൾ കറക്റ്റ് ഉണ്ട്. അതിൽ എത്രത്തോളം മുളക്കും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിത്താണ്. കണ്ടില്ലേ, നല്ല അത്യാവശ്യത്തിലേറെ. ഇതാണ് ഒരു കാറ്റടിച്ചപ്പോഴേക്ക് അതൊക്കെ പാറി. നമ്മൾ ജസ്റ്റ് ആ വിത്തുകളൊക്കെ നമ്മൾ പാകിയിട്ടുണ്ട്. നല്ലൊരു മണ്ണ് ഇളക്കിയിട്ടുള്ള ഒരു ഇതിലാണിത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ കയ്യിലുള്ള അടീനിയങ്ങളാണ്. ഇതൊക്കെ സീഡ് മുളച്ചതാണ്. ഇതിന് കണ്ടില്ലേ, നല്ല കോഡക്സൊക്കെ ഉണ്ട്. നമ്മൾ കമ്പ് കുത്തിയതും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. കമ്പ് കുത്തിയതിൻ്റെ അടിഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തെങ്കിലും അടിയിലൊരു മാറ്റമില്ലല്ലോ, പക്ഷേ കമ്പ് പിടിക്കും എന്നുള്ളതൊരു ഉറപ്പാണ്. അങ്ങനെ ഇങ്ങനെ പിടിക്കില്ല ചേട്ടാ. നമ്മൾ 4-5 കമ്പ് പിടിപ്പിച്ചതിൽ ആകെ ഒറ്റ കമ്പാണ് നമ്മളെ കയ്യിൽ പിടിച്ച് കിട്ടിയത്. കണ്ടില്ലേ, ഒരു കോഡക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നമ്മൾ വിത്ത് പാകിയിട്ടുണ്ട്. ഇതും നമ്മൾ വിത്ത് മുളച്ചതാണ്. കണ്ടില്ല, നല്ല അത്യാവശ്യം ഒരു കോഡക്സ് ഉണ്ട്. ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് വെച്ചിട്ട്. അത്യാവശ്യം ഇതൊരു വിത്തിൻ്റെ തല ചീഞ്ഞ് പോയതാണ്. പിന്നെ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എത്രത്തോളം വിത്ത് പാകിയാണ്? 100 വിത്തൊന്നും നമ്മൾ പാകിയിട്ടില്ല. ഇതൊരു കുഞ്ഞടീനത്തിൻ്റെ തെയ്യാണ്. നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വീട്ടുകാർക്കും നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്കും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമല്ലേ. നമ്മളങ്ങനെ ചെയ്യൽ. ഇത് നമ്മളെ കയ്യിലുള്ളതിൻ്റെ അടീനിയത്തിൻ്റെ കുഞ്ഞി തൈകളാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നതേ. നമ്മൾ അത്യാവശ്യം വിത്ത് പാകി ഒരു 2 ആഴ്ച കഴിഞ്ഞത് നമ്മളിങ്ങനെ കുപ്പിലാക്കി. ഇത് 2 ആഴ്ച ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മളെ കുഞ്ഞി കാക്ക അതിൻ്റെ തലക്കെ കേട് വരുത്തിയതായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ ലെവലായിട്ടുണ്ട്. ഇതിൽ നമ്മൾ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കണതാണ്. ഇതിൽ അധികം എംസാൻഡാണ്. മേലെ മാത്രമുള്ള മണ്ണ് നമ്മൾ യൂസ് ചെയ്തിട്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവാമല്ലോ, നല്ല കളറിൽ കാണുന്നുണ്ടല്ലോ, ഒരു വെണ്ണൂറും കളറായിട്ട്. എംസാൻഡാണ് ഇത്. 2 തൈകളും നമുക്കൊപ്പം നമ്മളെ തൊട്ടയൽവക്കക്കാർ തന്നതായിരുന്നു. നല്ലൊരു കുഞ്ഞിത് എത്ര പ്രായത്തിലുള്ള തൈകളെയൊന്നും നമുക്ക് തന്നിരുന്നത്. നമ്മളത് ഏകദേശം ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചതാണ്. ഇതിലുള്ള ഈ കുഞ്ഞു തൈകളൊക്കെ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ചതാണ്. ഇതിൽ ഈ 2 തൈകളുമായി അത്യാവശ്യം വലിപ്പമുള്ള 2 തൈകൾ മാത്രമേ നമുക്കൊരാൾ തന്നിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ വിത്ത് പാകി. ഇതൊന്നും ഉണ്ടാവുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടില്ല, തല പോയി. ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതായിരുന്നു. പക്ഷേ നമ്മൾ ആരും കിട്ടാത്തൊരിടത്ത് ചെടികൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഞ്ഞി 3-4 കൊമ്പുകളായിട്ട് തഴുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കോഡക്സ് നോക്കി, 2 ഒപ്പം നട്ടതാണ്. പക്ഷേ കോഡക്സിന് തന്നെ നല്ല മാറ്റമുണ്ട്. ഇത് 2ഉം ഫ്ലവറുകൾ കാണാനാണ് അതിനേറെ ഭംഗിയാണ്. നല്ല ഭംഗിയില്ലേ. ഇതാണ് ഇതിൻ്റെ 2ൻ്റെ കോഡക്സ് തന്നെ നോക്കി. ഒന്ന് നല്ലൊരു ഹെവി ആയിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. നമ്മൾ കുറേ തൈകൾ പാകി മുളച്ചിരുന്നു. പക്ഷേ ഈ മഴ ഇപ്പോൾ നല്ല അടിച്ച് മഴ പെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട്. കാരണം ഇതിന് മഴ വല്ലാതെ പടയില്ല. കാരണം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മണ്ണും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. വെള്ളം തീരെ ഇല്ല കാണുമ്പോഴാണ് ഇതിന്, മണ്ണിന് നനവില്ല കാണുമ്പോഴാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല അടിപൊളിയാണ് ഫ്ലവർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ തൈകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൽ നമ്മളെ കയ്യിൽ നിന്ന് 15 എണ്ണമൊക്കെ ഈ കുഞ്ഞി തൈകളുണ്ടായിരുന്ന തന്നെ 15 എണ്ണമൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. അതിലൊക്കെ ഒരു 6-7 എണ്ണമൊക്കെ പിടിച്ച് കിട്ടിയതേ ഉള്ളൂ. നല്ലൊരു ചെറിയൊരു നനവുള്ള മണ്ണിലാണ് ഇതിൻ്റെ വിത്തുകളൊക്കെ പാകേണ്ടത്.
അങ്ങനെ പാകി നമ്മൾ മുളച്ചു. പക്ഷേ നല്ലൊരു മഴ കൊള്ളുന്ന ഏരിയ ആയതുകൊണ്ട് ഫുള്ള് മുക്കാലും ചീഞ്ഞ് പോയതാണ്. അതിൽ നിന്ന് കിട്ടിയത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ബൊഗെയിൻവില്ലിനെ കുറിച്ച് പറയുന്ന പോലെ ഇത് വേനലിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടൈം. കാരണം അതിന് ഏറ്റവും കൂടുതൽ വെയിലുള്ള ഏരിയയിൽ വെച്ചാൽ അതിന് ഫ്ലവർ വിരിയുകയുള്ളൂ. നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടായാലേ ഇതിന് ചെടികളൊക്കെ നല്ല ഹെൽത്തിയായിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ കിട്ടും ചെയ്യും. കമ്പ് പിടിപ്പിച്ചാൽ നല്ല തൈകളൊക്കെ പിടിച്ച് കിട്ടും. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. ഫ്ലവർ കിട്ടും, പക്ഷേ ഇതിന് ആ കോഡക്സ് കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി. കോഡക്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വിത്തിട്ടിട്ടാണ് ഇതിന് കോഡക്സ് വരുന്നുള്ളൂ. ഇതിനൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവാമല്ലോ, ഈ വിത്തിട്ടതിനാണ് കോഡക്സ് ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ കമ്പ് കുത്തി, അതിൻ്റെ ഒരു ഇത്തിരി പോലും കോഡക്സ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ഒന്നുകൂടി ബൾബൊക്കെ നല്ല അടിയിലാണ്. നമ്മൾ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി സെറ്റാക്കുമ്പോൾ തന്നെ ഇത് നമ്മൾക്ക് ഇനി വേറെ പോട്ട് ചെയ്യാനുള്ള നല്ലൊരു പോട്ടിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാവുമ്പോൾ ഇതിൽ നമ്മളൊരു കുഞ്ഞ് നമ്മളെ അടുത്തുള്ള അടീനിയത്തിൻ്റെ ഒരു വിത്തിട്ടാണ് വെറുതെ മുളക്കുകയാണെന്നുണ്ടെങ്കിൽ മുളച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഇട്ടതാണ്. ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി എല്ലതും ഒരേ സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചതാണ് വീഡിയോ എടുക്കാനായിട്ട്. നമ്മളിത് നല്ലൊരു വെയിലുള്ള ഒരു ഏരിയയിൽ തന്നെ ഒന്ന് സൈഡിൽ വെക്കല. അത് കണ്ടില്ലേ, നമ്മളെ കയ്യിൽ നിന്നൊന്ന് ചീഞ്ഞ് പോയതാണ്. ഇത് ചീഞ്ഞ് പോയാൽ പിന്നെ ഇത് എത്തിനും പറ്റൂല. കണ്ടില്ലേ, എത്ര എളുപ്പമായാലും നമ്മളെ കയ്യിൽ നിന്ന് ചീഞ്ഞ് പോകും. പെട്ടെന്ന് ഈ ഇതിനൊരു ചീച്ചിൽ വരല്ലേ. നമ്മളെ കയ്യിലുള്ള ഫ്ലവേഴ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്, അതിൻ്റെ ഫ്ലവറുകൾ കാര്യങ്ങൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നമ്മളെ ഫ്രണ്ട്സുകളാണ് നമുക്ക് തന്നതും ഉണ്ട് കേട്ടോ.